ഇന്നലെ എല്ലാ ചാനലുകളും ഇങ്ങനെ മത്സരിച്ച് കവർ ചെയ്തൊരു സംഭവമാണ്. 3ാം ക്ലാസ്സുകാരന്റെ ഇൻസ്റ്റഗ്രാം പേജ് മെറ്റ പൂട്ടി പ്രതിഷേധം. അതായത് 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പേരിലുള്ള കുട്ടി സഖാവ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് കാരണമൊന്നും പറയാതെ മെറ്റ പൂട്ടി എന്ന് പരാതി. എനിക്ക് തോന്നുന്നത് മെറ്റ നേരത്തെ സതീശനാണ് പൂട്ടിച്ചത്. ഈ സതീശനെതിരായ പോസ്റ്റുകൾ ഒരുപാട് മെറ്റ എന്ത് ചെയ്തു, മെറ്റ അത് ഒഴിവാക്കി, മെറ്റ അത് പിൻവലിച്ചു തുടങ്ങിയ പരാതികൾ വന്നപ്പം സതീശൻ ഇടപെട്ട് ഇവരുടെയൊക്കെ വർത്താനം കേട്ടായിരിക്കും സതീശനാണ് മെറ്റ നിയന്ത്രിക്കുന്നത്. മെറ്റ ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ് വരെ നീക്കിയ മെറ്റയാണ് കേട്ടോ. മെറ്റയുടേതായ ചില നിയമാവലികളുണ്ട്. അതൊക്കെ നിയന്ത്രിക്കുന്നത് AI സംവിധാനം മൂലമാണ്. അതായത് ഓരോരാളിൽ നിന്നും കണ്ട് നോക്കി വിട്ടുകയല്ല ചെയ്യുന്നത്. അതിൻ്റെതായ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായിട്ട് ചിലതൊക്കെ പിൻവലിച്ചിട്ടുണ്ട് എന്ന് മെറ്റ തന്നെ പറഞ്ഞു. അതായത് സതീശൻ പറഞ്ഞിട്ടൊന്നുമല്ല. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ, അത് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടേതാണ് ഈ പറയുന്ന കുട്ടി സഖാവ്. 3ാം ക്ലാസ് പഠിക്കുന്ന മറ്റു കുട്ടികൾ, ഒരു 4-5 കുട്ടികളുടെ ആ വീഡിയോ ആണ് ഇപ്പോൾ മറ്റേ ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. ആ വീഡിയോ എത്രയാണ് 20 ലക്ഷം പേര് കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ആ വീഡിയോയുടെ പ്രശ്നം എന്താണെന്നറിയോ, ഈ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ നോക്കിയാട്ട് ഇത് ഏറ്റവും വലിയ പാതകമാണ്. ശരിക്കും ഈ വീഡിയോ ചെയ്ത ആൾക്കാരെ പിടിച്ചകത്തിടുക വേണ്ടത്. ഇമാതിരി വീഡിയോ ചെയ്ത ആൾക്കാരെ പിടിച്ചകത്തിടുക വേണ്ടത്. കാരണം ഒന്ന്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും AI വീഡിയോകളൊന്നും കുട്ടികളുമായി ബന്ധപ്പെട്ടത് ഒരിക്കലും സോഷ്യൽ മീഡിയ അലോ ചെയ്യുന്നില്ല. മാത്രമല്ല ഈ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഇത്തരത്തിൽപ്പെട്ട സംഭവങ്ങളൊക്കെ മെറ്റ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കും. മാത്രമല്ല ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഈ കൊടിയും ഇതൊക്കെ പിടിച്ചും കണ്ട് ഈ 8 വയസ്സായ കുട്ടികൾ, 8ഉം 9ഉം വയസ്സായ കുട്ടികൾ ഇമാതിരി കാര്യങ്ങൾ കാണിച്ചാൽ ഇത് ശരിക്കും തടയേണ്ടതാണ്. ഒന്ന് നോക്കിയാട്ടെ, ഇവരൊക്കെ മാതാപിതാക്കളുടെ ഒരു ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് ഇവര്. കുട്ടികൾ പഠിക്കേണ്ട കാലത്ത് ഇവർ ചെങ്കൊടിയും പിടിച്ച് കണ്ട് നടക്കുക ചെയ്യുക. ഇത് വേറെ ഒരു രസം നിങ്ങൾ എവിടെയും കണ്ടിക്കണോ? അതായത് ഈ CPMന്റെ ഉന്നത നേതാക്കളുടെ മക്കൾ ആരെങ്കിലും ബാലസംഘത്തിൽ ചേർന്നിട്ട്, ബാലസംഘം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പിടികൂടാനുള്ള ഒരു പദ്ധതിയാണ്. അതായത് ഈ എട്ടും പൊട്ടും തിരിയാത്ത എന്താണ് രാഷ്ട്രീയ പാർട്ടി എന്നോ, എന്താണ് CPM എന്നോ, എന്താണ് കോൺഗ്രസ് എന്നോ, എന്താ BJP എന്നോ ഒന്നിനെ കുറിച്ച് ഒരു ബോധമില്ലാത്ത ചെറിയ കുട്ടികളെ ചെങ്കൊടി പിടിപ്പിച്ച് നടത്തിക്കുക. മെറ്റ പൂട്ടിയല്ലാതെ ശരിക്കും ഇത് ചെയ്ത ആൾക്കാർക്ക് എന്തായാലും ഇത് കുട്ടികളല്ലല്ലോ ചെയ്തത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും കുട്ടികളല്ല ചെയ്തത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇങ്ങപ്പുറത്ത് ഫോണും പിടിച്ചിട്ട് അല്ലെങ്കിൽ ക്യാമറയും പിടിച്ചിട്ട് ഇവരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും മൂത്ത കമ്മികൾ ചെയ്ത സാധനമാണ് ഇവരാണ്. ഈ വീഡിയോ തന്നെ ഉണ്ട്. വീഡിയോ തന്നെ ഈ പറയുന്ന സിയാനോ ഈ ബാലസംഘത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ആലോചിക്കണം, ബാലസംഘത്തിന്റെ പ്രസിഡന്റ് എന്ന് പോലും അറിയില്ല. പ്രസിഡന്റ് ആണ് അവിടെ ഇരിക്കുന്നത്, മറ്റേ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. പാവം കുട്ടികൾ ഇതൊന്നും അറിയാതെ കുട്ടികൾ എന്തോ പറയുന്നു. അപ്പോഴാണ് പ്രത്യേക റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടർമാർ വരുന്നു. എന്താ സംഭവിച്ചത് അപ്പോഴാണ് പറയുന്നത് ഇത് പോയെങ്കിൽ കുഴപ്പമില്ല, ചെങ്കൊടി ഇവിടെ ഉണ്ട് എന്നൊക്കെ ഈ 3ാം ക്ലാസ്സുകാരൻ. അപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ഒരു ദുരന്തം നോക്കണേ. ഇപ്പൊ കുട്ടികളെ വെച്ചിട്ട് കളിക്ക്. ഇതും പൂട്ടിച്ചത് സതീശനാണെന്ന് പറയുന്നത്. അത് ഇന്നലത്തെ ഈ വീഡിയോയിൽ മുഴുവനും നമ്മുടെ മരിയോൻ വന്നിങ്ങനെ നടന്ന് പറയാമെന്ന്. മരിയോനെ ഇതിനെ പറ്റി അറിയില്ല. ആരൊക്കെ പത്രലേഖകർ ചോദിക്കുന്നുണ്ട്. ഇത് AI അപ്ഡേഷന്റെ ഭാഗമായിട്ട് മെറ്റ തന്നെ പറഞ്ഞല്ലോ AI അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചില സാങ്കേതികമായ പിഴവുകളാണെന്നൊക്കെ പറയും. ഇയാൾക്ക് ഇതെന്ത് ഇത്രയും ബോധം വിവരമില്ലാത്ത ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടാവില്ലോ? അതൊന്നുമില്ല. അത് സതീശനാണ് ഈ സാധനങ്ങൾക്ക് ഒഴിവാക്കിയത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളാണല്ലോ. KK ശൈലജ മുതൽ ഇങ്ങപ്പുറത്തേക്കുള്ള എല്ലാ അന്തംഗമികളും ഇതിന്റെ പിന്നാലെയാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് അത്രേ. ഇനിയിപ്പോ കുട്ടികളെ പേടിയാണ് അത്ര സതീശൻ. ഇവരോടൊക്കെ മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. ചില കാര്യങ്ങൾ മിണ്ടാതിരിക്കണം. മറുപടി പറയാൻ പറ്റില്ല. മറുപടി പറഞ്ഞാൽ ഇവർക്ക് ഒരു മനസ്സിലാവില്ല. പിന്നെ എന്തിനാണ് മറുപടി അല്ലേ? പിന്നെ ഓപ്പറേഷൻ തൂഫാൻ വീടുകളിലേക്കും വരുന്നു. അതിന്റെ ഒരു 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ കുറേ കൂടി ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇതിന്റെ ഈ തൂഫാൻ പദ്ധതി നീളുകയാണ്. പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ 2ാം ഘട്ടം എന്ന് പറയുന്നത് വീട്ടമ്മമാരെ ഉൾപ്പെടെ അണിനിരത്തി ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടം ഓണത്തിന് ശേഷം ലഹരി മാഫിയെ തടയുന്നതിനായി പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ 1ാം ഘട്ടത്തിന് പിന്നാലെയാണ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള 2ാം ഘട്ടം. തദ്ദേശ വകുപ്പിന്റെ സഹകരണത്തോടെ ആണിത്. ഇതുവരെ ഈ ഓപ്പറേഷൻ തൂഫാനിൽ 75 ദിവസമായി ഇത് പിന്നിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ദേശാഭിമാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിടിയിലായതോടെ തൂഫാനൊക്കെ നിർത്താൻ വേണ്ടി പോവുകയാണെന്ന്. ഏതായാലും നിർത്താനൊന്നും പോകുന്നില്ല. അത് കൂടുതൽ ഗംഭീരമാക്കുകയാണ്. ഈ 75 ദിവസം കൊണ്ട് പിടിച്ചെടുത്ത ലഹരി എത്രയാണെന്ന് അറിയാം? MDMA 7.46 കിലോഗ്രാം. 7.46 കിലോഗ്രാം MDMA ഇതിനകം പിടിച്ചെടുത്തു.
പിന്നെ 1 ഗ്രാമിന് 3000 രൂപയാണ് വില. നോക്കണം അതിന്റെ വില, 1 ഗ്രാമിന് 3000 രൂപ മുതൽ വില ഈടാക്കുന്നുണ്ട്. അതാണ് 7.46 കിലോഗ്രാം പിടിച്ചെടുത്തത്. കഞ്ചാവ് 958.107 കിലോഗ്രാം പിടിച്ചെടുത്തു. കഞ്ചാവിന്റെ വില 1 ഗ്രാമിന് 100 രൂപ മുതലാണ്. ഹഷീഷ് ഓയിൽ 4.72 കിലോഗ്രാം പിടിച്ചെടുത്തു. 1 ഗ്രാമിന് ഏറ്റവും കുറഞ്ഞത് 2000 രൂപ വരെയാണ്. കഞ്ചാവ് ചെടികൾ 1880 നശിപ്പിച്ചു. കേരളത്തിലെ ലഹരി മാഫിയക്കെതിരെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ശക്തമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ 75 ദിവസം പൂർത്തിയാകുമ്പോൾ ആകെ അറസ്റ്റിലായവർ 9757 9757. രജിസ്റ്റർ ചെയ്ത കേസുകൾ 9047. അപ്പം തൂഫാൻ ഗംഭീരമായി തുടരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. അപ്പൊ അങ്ങനെയാണ് ഉള്ളിലെ സംഭവം. സിസ തോമസിന് നടക്കേണ്ടായ SFI ആക്രമണം, SFIക്കാർ ഇങ്ങനെ ആക്രമണം തുടരുകയാണ്. 4 SFIക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിലെ വാർത്ത.